ശ്രീകുമാർ, ഇപ്പോൾ പി കെ ശശി UDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് എന്നുള്ള അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നുണ്ട്. പക്ഷേ അതല്ല, ഒരു അസോസിയേറ്റ് അംഗമായി എത്താനുള്ള സാധ്യത ആ വാചകങ്ങളിൽ നിന്ന് എടുത്ത് വായിക്കാൻ പറ്റുമോ? ഇപ്പോൾ ചില പാർട്ടികൾ ആ രൂപത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. PV അൻവർ ഇനി അസോസിയേറ്റ് ആകാൻ പോവുകയാണ്. ഇപ്പോൾ KK രമയുടെ RMP ആ രൂപത്തിലാണ് നിൽക്കുന്നത്. ആ രൂപത്തിൽ ഈ വിമതരെയെല്ലാം ചേർത്തുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച്, ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അസോസിയേറ്റ് ആയി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി ഒറ്റപ്പാലത്ത്, അതിനുള്ള സാധ്യതയാണോ ഉള്ളത്? നോക്കൂ ശ്രീമതി സ്മൃതി, ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ കേരളം ഒട്ടാകെ അലയടിച്ച് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയിൽ ഭരണം പോകുന്ന ഒരു ശങ്ക വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിലെ പാർട്ടിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വ്യക്തികളെ കുറ്റം പറയാനോ നമുക്ക് സാധിക്കില്ല. ഇവിടെ ശ്രീ VD സതീശൻ വിസ്മയം എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അന്ന് അതിനെ പരിഹസിച്ചവരാണ് കേരളത്തിലെ CPM നേതൃത്വം. എന്നിട്ട് ആ വിസ്മയം അവർ പറയാൻ തുടങ്ങി അത് ഭരണമാറ്റമല്ല, ഭരണ തുടർച്ചയാണെന്ന്. പക്ഷേ ആ വിസ്മയം എന്ന വാക്ക് അവരിൽ വല്ലാതെ കൊണ്ടു എന്ന് വ്യക്തമാണ്. അപ്പോൾ പ്രത്യക്ഷമായ ഒരു വിസ്മയമുണ്ട്, പരോക്ഷമായ വിസ്മയമുണ്ട്, അദൃശ്യമായ വിസ്മയമുണ്ട്. എന്താ പ്രത്യക്ഷമായ വിസ്മയം എന്ന് വെച്ചാൽ ഈ ആയിഷ പോറ്റി വന്നതും അതുപോലെ CPM-ലെ പലരും രാജിവെച്ച് UDF-നോട് സഹകരിക്കുന്നതും, അച്യുതാനന്ദൻ്റെ PA ഉൾപ്പെടെ, സുരേഷ് ഉൾപ്പെടെ, അതിനുശേഷം ഇപ്പോൾ PK ശശിയുടെ നിലപാടുകൾ, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുള്ളത്. പരോക്ഷമായിട്ടുള്ളത് നമ്മുടെ K സച്ചിദാനന്ദനെ പോലുള്ള, സാറാ ജോസഫിനെ പോലുള്ള സാഹിതി സേവകരെ ഈ ഭരണം ഇനി തുടരുന്നത് തെറ്റാകും എന്ന് പറഞ്ഞത്. അദൃശ്യമെന്ന് പറയാവുന്നത് പഴയ കാലത്ത് VS ഗ്രൂപ്പിനോട് ഉള്ള, എന്നാൽ ഇപ്പോഴത്തെ പിണറായി ഗ്രൂപ്പിൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയുള്ളവർ അവരുടെ നിലപാടുകൾ ഏത് കാലത്താണ് വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമോ എന്നുള്ള ഒരു നമ്മുടെ ഇടയിലൊക്കെ ഉള്ളൊരു ചിന്ത. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ന് ശ്രീ PK ശശി KTDC ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത്. അതൊപ്പം തന്നെ ഇന്നൊരു വാർത്ത വന്നത് CPM-ൻ്റെ സൈബർ വിങ്ങിലെ പത്രപ്രവർത്തകരായ 3 സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കളാണ് ആ 3 പേരും, അവരെ രാജിവെച്ചു. കാരണം അത് MV നികേഷ് കുമാറുമായിട്ടുള്ള ഭിന്നതയുടെ പേരിലാണെന്ന്. അപ്പം നമ്മൾ ഈ പത്രവും ചാനലും സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ, കുറച്ച് ദിവസമായിട്ട് CPM-ൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം അവർക്ക് വിനയായി മാറുന്നു. കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി അവരെന്തൊക്കെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം അവർക്ക് ദോഷകരമായി മാറുന്നു. ഇത്തരമൊരവസ്ഥയിൽ കൃത്യമായി പത്രപ്രവർത്തനം നടത്തിയവർ ഒരുപക്ഷെ അതിനോട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കാണും. ഞാൻ ഈ 3 പേരുടെ രാജിയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അവർ രാജിവെച്ചു എന്ന് എല്ലാ ചാനലുകളും ഒരേ സമയത്ത് ഒരേപോലെ പറയണമെങ്കിൽ അതെന്തായാലും പുറത്തു വന്നൊരു വാർത്തയാണല്ലോ. ആ വാർത്ത അവർ നിഷേധിച്ചു എന്ന് ശ്രീ മുസ്തഫ പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവരോട് ഒരുപക്ഷെ ഒഴിയാൻ പറഞ്ഞത് CPM നേതൃത്വമായിരിക്കും, അതായത് മുഖ്യമന്ത്രിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റം, ഒരു സംഘത്തിലൊരു എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൂത്രപ്പണിയാണിത്. കാരണം 3 പേരോട് ഒഴിയാൻ പറയുക, അപ്പോൾ അവർ ഒഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആരെയെങ്കിലും അഴിച്ചു പണിയണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ടൊന്ന് ഈ 3 സുഹൃത്തുക്കളും അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ 3 പേരും, സുഭാഷാണെങ്കിലും അതുപോലെ മോഹനാണെങ്കിലും സുധാകരനാണെങ്കിലും കറകളഞ്ഞ പാർട്ടിക്കാരാണ്. അവരുടെയൊക്കെ പാർട്ടിയിലത്തെ രാഷ്ട്രീയ വിഭാഗവും വിഭാഗീയതയും ഒക്കെ നമുക്കറിയാം ുമാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, സ്മൃതി ചോദിച്ച പി കെ ശശി ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാളെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഒരു വീക്ഷണ ചാഞ്ചല്യം, അവസരവാദം ഞാൻ പറയില്ല, ഒരു വീക്ഷണ ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ശശി അദ്ദേഹത്തെ, ഇപ്പോൾ ശ്രീ ലിജു പറഞ്ഞ പോലെ അദ്ദേഹത്തെ പാർട്ടി ഒരു വിഷയം വന്നപ്പോൾ സംരക്ഷിച്ച് നിർത്തി. ശശിയെ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആക്ഷേപം വന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ച് നിർത്തി. ആ സംരക്ഷിച്ച് നിർത്തിയ പാർട്ടിയോട് എന്തുകൊണ്ട് ശശി കുറേ കാലമായിട്ട് വിഘടിച്ച് നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടാകണമെങ്കിൽ അത് വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാകണം. ആശയപരമായോ അല്ലെങ്കിൽ നേതൃപരമായോ ഭിന്നതകൾ ഉണ്ടാകണം. പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ശ്രീ ശശിയും തമ്മിലുള്ള ഫേസ്ബുക്ക് യുദ്ധം നമുക്കറിയാമല്ലോ. കുറച്ച് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, അതിനുശേഷം മണ്ണാർക്കാടുണ്ടായ സംഭവവും അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ CPM-ൽ നടന്നിട്ടുള്ള ഏരിയ ലഹളകൾ.
അങ്ങനെയാ പറയുക. ഏരിയ ലഹളകൾ പാർട്ടിയിൽ കരുനാഗപ്പള്ളിയിലെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് നടത്തിയ സഖാക്കളെ നേതാക്കളെ പോലീസ് തടയുന്നു. ഏത് പോലീസ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പോലീസ് തടയുന്നു. അതുപോലെ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊഴിഞ്ഞമ്പാറ, മണ്ണാർക്കാട്, അതിനുശേഷം 2025 പാർട്ടിയിൽ അസ്വസ്ഥതകൾ വരുന്നു. 2026 പയ്യന്നൂർ ലഹള വരുന്നു. ഈ പയ്യന്നൂർ ലഹള ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പാലക്കാട്ട് പ്രശ്നമുണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ സുഹൃത്ത് മുസ്തഫയും പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ശ്രീമതി സ്മൃതി? എന്തോ ഈ പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീ PK ശശി നാളെ പാർട്ടിയിൽ നിന്നും രാജിവെച്ച്, അല്ലെങ്കിൽ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതെ, അല്ലെ അദ്ദേഹം പാർട്ടിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ UDF-മായി സഹകരിക്കുകയാണെങ്കിൽ അത് തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുസ്തഫ പറഞ്ഞു അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വൈഷമ്യം ഉണ്ടായിരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ സുധാകരൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് കൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത്? അല്ലല്ലോ. സുധാകരനെ വീട്ടിൽ പോയി പാർട്ടി നേതാക്കൾ കണ്ടില്ലേ ഒരു ഘട്ടത്തിൽ? എന്നിട്ട് അദ്ദേഹം നിർത്തിയോ? എന്നോട് പോരടിക്കാൻ വരണ്ട മിസ്റ്റർ സജി ചെറിയാൻ എന്തെന്തിനാ ശ്രീ സുധാകരൻ പറഞ്ഞത്? അത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരു നിലപാടെടുത്ത് നാളെ വരികയാണെങ്കിൽ കാര്യം പറയുമ്പോൾ അങ്ങ് ഈ പറഞ്ഞ PK ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒന്ന് അഴിമതി ആരോപണമാണ്, ഒന്ന് ഈ പറയുന്ന ലൈംഗിക ആരോപണമാണ്. പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തക തന്നെ നൽകിയ പരാതിയായിരുന്നു, DYFI പ്രവർത്തക നൽകിയ പരാതിയായിരുന്നു. പിന്നീട് അവർ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്, ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയാണ്, എവിടേക്കും പരാതി പറയാൻ ഭയപ്പെട്ടുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആളെ നിങ്ങൾ മുന്നണിയിലേക്ക് സഹകരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ലിജു തന്നെ ചൂണ്ടിക്കാണിച്ച രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ ജില്ലയിലേക്കാണ് ഈ നേതാവിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നൊരു വിഷയമുണ്ട്. അത് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ല, രാഷ്ട്രീയത്തിലെ വ്യക്തികളെ ചില ഘട്ടങ്ങളിൽ നേരിടുന്ന ആക്ഷേപത്തെക്കുറിച്ച് അവർ പുറത്ത് വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ PK ശശിയുടെ കാര്യത്തിൽ തന്നെ ശശി നാളെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പാർട്ടി മെമ്പറാണ്, അദ്ദേഹം ഇന്ന് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു ഒരു റിപ്പോർട്ടറെ കുറിച്ചൊക്കെ. ഞാൻ കണ്ടില്ല, ഏതാ റിപ്പോർട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അത് രൂക്ഷമായി പ്രതികരിക്കുകയാണ് ഞാൻ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഞാൻ വലിയ ഒരു എന്താ പറയുക ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷേ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഉത്തരം എന്ന് പറയുന്നത് ചോദ്യം സാങ്കല്പികമായതുകൊണ്ട് ഉത്തരവും ഞാൻ കൃത്യതയോടെ പറയുന്നതാണ്. കാരണം സാങ്കല്പിക ഉത്തരമല്ല. അദ്ദേഹം ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിന് പറയാമല്ലോ, അതായത് പാർട്ടിയിലെ വിഭാഗീയത കൊണ്ട് എന്നെ കുടുക്കാൻ ശ്രമിച്ചു എന്ന് ശശി പറഞ്ഞാൽ അതിന് വേറെ ഉത്തരവില്ലല്ലോ. കാരണം പാർട്ടി ആയിരിക്കാം ഒരു പക്ഷേ പാർട്ടി അത് പോലീസിന് കൈമാറാതിരുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത കൊണ്ട് ഒരു മനുഷ്യനെ കുടുക്കാൻ ശ്രമിച്ചത് ആ ചരിത്ര പാർട്ടിയിലുണ്ടല്ലോ ശ്രീമതി സ്മൃതി. എറണാകുളത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആ പണ്ട് VB ചെറിയാൻ പറഞ്ഞ കഥകളില്ലേ. അപ്പോൾ തന്നെ കൊടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടി പരാതി കൊടുത്തിട്ടില്ല, വ്യക്തി പരാതി കൊടുത്തിട്ടില്ല പോലീസിന്. അത് ലിജു പറഞ്ഞില്ല. ഒരു പൊതുവായ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.